ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നയൻതാര സ്റ്റോറിവേഴ്സ്. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, അതായത് ഞാനൊക്കെ ഇപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ലൈഫിൽ അതർ പീപ്പിളിൻ്റെ ഇൻഫ്ലുവൻസും അതിലുണ്ടായിരിക്കുന്ന ചേഞ്ചസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ടോക്ക് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ള സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അപ്പോൾ പക്ഷെ അത് കുറച്ച് കൂടുതലല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ച് ബുദ്ധി ഉറച്ചു, അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് ബിഫോർ ദാറ്റ് കാര്യങ്ങൾ സിറ്റുവേഷൻസും ചിലപ്പം അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ കുഞ്ഞുനാളിൽ മുതൽ എപ്പോഴും ആളുകളുടെ ഒരു ഫോക്കസ് പോയിൻ്റാണ് ഞാനെന്ന് സ്വയം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല കുറേ പേരൊക്കെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കരിക്കുലത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെങ്കിലും ബാക്കിയുള്ളവരെന്തായിരിക്കും അതിൽ അവരെങ്ങനെയാണ് നമ്മളെ നോക്കിക്കാണുക, അല്ലെങ്കിൽ നമ്മൾ അവരെക്കാളും ചെറുതായി പോകുമോ വലുതായി പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക ചിന്തകൾ, വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 10th ക്ലാസ് വരെയൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷയത്തിലോട്ട് പോകും എന്നുള്ളത്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിഷയത്തോട്ട് പോകും, പക്ഷേ അത് നമ്മൾ ബാക്കിയുള്ളവർ പേടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ് ടു 10th സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ +1 +2 ഈവൻ ഡിഗ്രി. അങ്ങനെയാണ് എൻ്റെ ഡിഗ്രി കാലഘട്ടം. അങ്ങനെ +1 +2 ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെ, എല്ലാം ഓക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ഡിഗ്രി കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു മിക്സഡ് ഇവൻറ്റ്സ് ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഇനിയും വീഡിയോസ് ചെയ്യാനും ഉണ്ട്. അപ്പം അത് ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ഇവൻറ്റ്സ് ആയിരുന്നു. ബിക്കോസ് അതുവരെ കണ്ട കാലഘട്ടങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആളുകൾ വെരി ഷാർപ്പായിട്ട് പിയേഴ്സിങ് ആയിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി കോളേജ് കാലഘട്ടങ്ങളിൽ. ചിലരൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും, നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി, അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി, ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരു ടോട്ടലി ഒരു മിക്സഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആയിട്ടാണ് കോളേജ് ലൈഫുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുകയാണ്. നമ്മൾ സ്വയം റിയലൈസേഷൻ, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയത്തിലോട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ തൊട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അങ്ങനെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ്, അപ്പം അത്രയും കാലം നമ്മളോട് എന്താ ചോദിക്കുക, മാർക്കിൻ്റെ കാര്യങ്ങളായിരിക്കും ആളുകൾ എപ്പോഴും ചോദിക്കുന്നത്. മാർക്ക് എന്തായി, നല്ല മാർക്കുണ്ടോ, പഠിത്തം എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും. അതങ്ങനെ കഴിഞ്ഞതും നെക്സ്റ്റ് എന്തായിരിക്കും, ജോലിയുടെ കാര്യം സ്റ്റാർട്ട് ചെയ്യും. ഈവനിപ്പോൾ ജോലി കിട്ടിയാൽ തന്നെ ആ ജോലി എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അത് ഗവൺമെൻറ് അല്ലല്ലേ എന്നൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഒന്ന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പഴുത് കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അപ്പം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, ആളുകൾ എപ്പോഴും ചോദിക്കാൻ തുടങ്ങും, ഗവൺമെൻറ് അല്ലല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്തത്. ഈവൻ അതിനു മുമ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, നല്ലൊരു ജോലിയായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ആളുകൾ എവിടെ പോകുന്ന സമയത്ത് ആളുകൾ അപ്പം ചോദിച്ചു തുടങ്ങും, ഗവൺമെൻറ് അല്ലല്ലേ. അതിന് അവരെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, ബട്ട് എന്നാലും ആ ക്വസ്റ്റ്യൻ വാസ് ദർ. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി, ഈ കാര്യത്തിന് ഞാനിനി എങ്ങനെ ഓവർകം ചെയ്യും. എൻ്റെ ഫോക്കസ് ഫുള്ള് അങ്ങോട്ടായി, ഗവൺമെൻറ്. ഇതാണെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ലല്ലോ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ബട്ട് വെരി ഫോർച്യുനേറ്റ്ലി ഗവൺമെൻറ് ജോലി കിട്ടി. അങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടിയ സമയത്താണ് ബാക്കിയുള്ള എന്നെ കുറച്ച് ടാർഗറ്റ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇനിയിപ്പോൾ എന്ത് പറയുന്നതായി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. അതോടുകൂടി അവർ തീരുമാനമായി. ബാക്കിയൊന്നും അവർക്കറിയണ്ട, വെദർ ഇറ്റ് ഈസ് ഹൈ പേയിങ് ആണോ അല്ലെങ്കിൽ ലോ പേയിങ് ആണോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് അവർക്കറിയേണ്ടത് ഗവൺമെൻറ്റിലാണ്. അങ്ങനെ ഒരു ഓർക്കാപ്പുറത്തൊരു ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പം ആളുകളൊക്കെ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി അടുത്ത എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതായി. പിന്നെ ആളുകൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു തുടങ്ങി, ഇതിൻ്റെ സാലറി കുറഞ്ഞ സാലറിയാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല കുറഞ്ഞ സാലറി ഒന്നുമല്ല, നല്ല കൂടിയ സാലറി ഉണ്ട്. അതിനുശേഷം ഞാൻ തിരിച്ചും പറയാൻ തുടങ്ങി, നല്ല കൂടിയ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈ സാലറിയാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആളുകളെ പിന്നെ ഞാൻ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, നമ്മളോട് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഉടനടി വരും. അപ്പം ഡെഫിനറ്റ്ലി തിരിച്ച് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ അതിൽ ഇനി രക്ഷയില്ല. ഞാൻ തിരിച്ചും നന്നായിട്ട് ഇതാക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ വലിയ ഉപദ്രവമൊന്നുമില്ല കേട്ടോ. ചില ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളില്ലേ, അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. കൊച്ചാക്കുന്നവരൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നായി, അങ്ങനത്തെ ഒരു രീതിക്ക് കാര്യങ്ങൾ പോയി. ബട്ട് ഞാൻ പറയുന്നത് നോട്ട് ഇൻ ഗുഡ് പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെയല്ല. സ്ട്രഗിളിങ് ഇസ് ദർ. അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്, നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ ഡെഫിനറ്റ്ലി സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളുടെ ഒരു പാഷൻ ഫോളോ ചെയ്ത് അങ്ങനെ പോകേണ്ടതാണ്. അപ്പം അതിലേക്കുള്ള എനിക്കൊരു എന്താ പറയുക, ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നു. അതാണ് അതിനുണ്ടായൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കാണെങ്കിലും ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ അതിൽ ഡെസ്പാവും. അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. എല്ലാവരും നമ്മളെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ മോട്ടിവേഷൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഡിസ്കഷൻ, ഒരു ചെറിയൊരു ഡിസ്കഷൻ ആയിരിക്കും. ഇറ്റ് മേ ബി അബൌട്ട് ബ്രേക്കപ്പ്, സംടൈംസ് എനി അതർ തിങ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.